ഗുരുവായൂർ യാത്രയിൽ ഞാൻ താമസിച്ചതെന്ന് പറയാൻ പറ്റില്ല, വന്ന് ഫ്രഷപ്പായ സ്ഥലമാണ്. ഇവിടെ താമസിക്കാനും സൗകര്യമുണ്ട്, ഫ്രഷപ്പാവാനുണ്ട്. താമസിക്കാനായിട്ട് ഒരു ബെഡിന് 100 രൂപയാണ് ഇവിടെ ചാർജ് ചെയ്യുന്നത്. ഫ്രഷപ്പിനായിട്ട് വരുന്നത് 30 രൂപയാണ്. അങ്ങനെ ഞാൻ ഇവിടെ വന്നാണ് ഫ്രഷപ്പ് ചെയ്തത്. ഞാൻ 1-2 വീഡിയോസെല്ലാം കണ്ടിട്ടുണ്ട്. ഇവിടുത്തെ ബാത്റൂം ഫെസിലിറ്റിയിൽ വൃത്തിയും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പം ഇതാണ് ഇന്നിപ്പോൾ തിരക്ക് കുറഞ്ഞ ദിവസം കണ്ടതെന്ന് ഞാൻ മാത്രമേ ഉള്ളായിരുന്നു. ഇവിടെ വേറെ ആൾക്കാർ ഞാൻ വന്ന സമയത്തില്ലായിരുന്നു. അതിന് മുന്നേ വന്നിട്ട് പോയി കാണാം, യൂസ് ചെയ്യുന്നുണ്ടായിരിക്കും. ചിലപ്പോൾ ആൾക്കാരകത്ത് മുകളിൽ ബെഡിൽ ആൾക്കാർ കാണുമായിരിക്കും. ഇതാണ് അവിടുത്തെ. ഇത്രയും വൃത്തിയുണ്ട്. നമ്മുടെ ഒരു 30 രൂപ കൊടുത്ത് യൂസ് ചെയ്യുന്ന അതിൽ നമുക്ക് 100% നമ്മൾ കൊടുക്കുന്ന 30 രൂപയുടെ ഒരു നീതി പുലർത്തുന്നുണ്ട്. നല്ല വൃത്തിയും കാര്യങ്ങളൊക്കെയാണ്. ഇപ്പോൾ നമുക്ക് ഒറ്റയ്ക്ക് വരുന്ന ഒരാൾക്ക്, അല്ല ഫാമിലിയായിട്ട് വന്നാലും ലേഡീസിന് സെപ്പറേറ്റ്, ജെൻസിന് സെപ്പറേറ്റ് 2 സെക്ഷനായിട്ടാണ് അവിടെ ഉള്ളത്. അപ്പോൾ അങ്ങനെ ഒരു പ്രൈവസി വിഷയങ്ങളും കാരണമൊന്നും വരുന്നില്ല. പിന്നെ ഞാനാണെങ്കിൽ ബാത്റൂം ഫെസിലിറ്റി മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. പിന്നെ ഡോർമെറ്ററി വേണമെന്നുള്ളവർക്ക് ഡോർമെറ്ററി എടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ ആവശ്യത്തിന് നമ്മൾ ചുമ്മാ 1000-1500 കൊടുത്ത് വലിയ റൂം എടുക്കേണ്ട കാര്യമില്ലല്ലോ നമുക്ക് അവിടെ ഭഗവാനെ തൊഴാൻ പോകുന്നതിനായിട്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് എല്ലാവർക്കും പണക്കാരനെന്നില്ല പാവപ്പെട്ടതെന്നില്ല, ആവശ്യക്കാർക്കെല്ലാം ഉപകാരപ്പെടുന്നതാണ് ഈ ഒരു 30 രൂപയ്ക്ക് ഈ ഒരു ഫെസിലിറ്റി. അത് മൊത്തത്തിൽ നല്ല വൃത്തിയുണ്ട്. പിന്നെ കുളിക്കുന്നിടത്ത് ഷവറും കാര്യങ്ങളും ഒക്കെ നല്ല വൃത്തി, നല്ല വെള്ളം, പിന്നെ വേറെ വൃത്തിയുടെ സ്മെല്ലോ കാര്യങ്ങളോ ഒന്നുമില്ല. ചില സ്ഥലങ്ങളിൽ നമ്മൾ പോയാൽ ഒരു വല്ലാതെ സ്മെല്ല് കാണും. ഇത് അങ്ങനെയൊന്നുമില്ല, എല്ലാം നല്ല വൃത്തിയുണ്ട്. അതിൻ്റെ കൂടെ തന്നെ തൊട്ടപ്പുറത്ത് നമുക്ക് കുളിച്ച് കഴിഞ്ഞ് വന്ന് ഡ്രസ്സ് മാറാനായിട്ട് ചെറിയൊരു ഡ്രസ്സിങ് റൂമുണ്ട്. അപ്പം നമ്മൾ ഈ കുളിമുറിയിൽ കുളിച്ച് തോർത്തിട്ട് തോർത്തി നേരെ ഇവിടെ വന്ന് ഡ്രസ്സ് മാറി നമുക്ക് പോകാൻ പറ്റും. അപ്പം ഇതൊരു 30 രൂപയ്ക്ക് നമ്മൾ കൊടുക്കുന്ന 30 രൂപയ്ക്ക് നല്ലൊരു ഫെസിലിറ്റിയാണ്. ഇതെല്ലാം എന്നുണ്ടെങ്കിൽ നമ്മളൊരു റൂമൊക്കെ എടുക്കേണ്ടി വരത്തില്ല. ഈ ഒരു ഡോർമെറ്ററി സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത് നമ്മളെ തെക്കേ നടയ്ക്ക് സമീപമാണ്. തെക്കേ നടയിൽ നിന്നൊരു 20 ചുവട് വയ്ക്കുമ്പോഴത്തേക്ക് നമുക്കിവിടെ എത്തിപ്പെടാൻ കഴിയും. അപ്പോൾ നമ്മൾ ഈ കാണുന്ന കറക്റ്റ് ലൊക്കേഷൻ മനസ്സിലാവാനാണ് ഞാൻ ആ ഫോട്ടോ കൊടുത്തേക്കുന്നത്. ഫോട്ടോയും മറ്റേ ഇതൊക്കെ കാണിച്ചത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുമല്ലോ. അവിടെ നേരെ നടന്നു വന്ന് നമുക്കിവിടെ ചെരുപ്പൊക്കെ ഇവിടെ വെച്ചിട്ട് റെഡിയായി നമുക്ക് പോകാവുന്നതാണ്. ഈ ഒരു പ്രസ്ഥാനം ഗുരുവായൂർ നഗരസഭയുടെ കീഴിലോ ദേവസ്വം ബോർഡിൻ്റെ കീഴിൽ വരുന്നതാണ് അവിടെ കൊടുത്തേക്കുന്നത്. കുടുംബശ്രീയാണ് അവിടുത്തെ നടത്തിപ്പുകാർ. എന്തായാലും ഇങ്ങനെയൊരു സംവിധാനം ഒരുക്കിയ അവിടുത്തെ എല്ലാ ആൾക്കാർക്കും ഒരു ഭക്തനെന്ന രീതിയിൽ നന്ദി.